Yes, good evening everybody. So, നമ്മൾ ബോട്ടണി റെക്കോർഡ് വർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡയറക്ഷൻസ് നൽകാൻ അർത്ഥത്തിലാണ് നമ്മൾ നിങ്ങൾ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടണി റെക്കോർഡ് അല്ലെങ്കിൽ റെക്കോർഡ് ബുക്ക് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെക്കോർഡ് ബുക്കിലുള്ള കാര്യങ്ങൾ സാധാരണ സുവോളജിക്ക് നിങ്ങൾ ചെയ്തു തുടങ്ങിയതുപോലെ തന്നെ ഈ ഒരു വെക്കേഷൻ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുഴുവനായിട്ടും ആ റെക്കോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സുവോളജി റെക്കോർഡ് വർക്കിന് സംബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ നീറ്റായിട്ടാണ് റെക്കോർഡ് വരയ്ക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടണി റെക്കോർഡ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു റെക്കോർഡ് ബുക്ക് ഇതിൽ മറിച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഒക്കെ ഓൾറെഡി പ്രിന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സിന് ശേഷമുള്ള ഏത് പേജ് മുതൽ എഴുതി തുടങ്ങണമെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതേപോലെ പെൻസിൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഒരു പ്രത്യേകത, ബോട്ടണിയിലെ എല്ലാ കാര്യവും, അതായത് ഫിസിയോളജി എക്സ്പെരിമെന്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പെൻസിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ വരക്കുന്ന സമയത്തും എഴുതുന്ന സമയത്തും ഒക്കെ ഇതേപോലെ നേരത്തെ പറഞ്ഞതാണ്, എക്സ്റേ ഷീറ്റൊക്കെ അടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടാകുക സുവോളജി വർക്കൊക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ചിത്രങ്ങൾ കാണാം, ഇതിനകത്ത് ചിത്രം വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരക്കുന്ന സമയത്തിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം അപ്പോൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതുമ്പോൾ വരക്കുമ്പോൾ ഒക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഡയഗ്രാം, ഒരു ബ്ലാങ്ക് പേജ് എടുക്കാം. ഈ ബ്ലാങ്ക് പേജിലാണ് വരക്കാൻ പോകുന്നതെങ്കിൽ ഇതിന്റെ എന്താ പറയാ അടിഭാഗത്ത് ഇതേപോലെ എക്സ്റേ ഷീറ്റ് വെച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇതേപോലെ വരച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്രം വരക്കുന്നു, പക്ഷെ ഇതിന്റെ യാതൊരു ട്രേസും കാര്യങ്ങളും അടുത്ത പേജിലേക്ക് വരില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻ. അപ്പൊ അതൊക്കെ നേരത്തെ പറഞ്ഞ് ഓർമ്മിക്കുക. അത് നേരത്തെ അതേ കാര്യങ്ങൾ സുവോളജിയുടെ കാര്യത്തിൽ പറഞ്ഞതാണ്. സോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻസിൽ മാത്രമേ പറഞ്ഞു. നമ്മുടെ സുവോളജിയിലൊക്കെ റൂൾഡ് പേജസിൽ പേന ഉപയോഗിച്ച് എഴുതുന്നുണ്ട്. ഇവിടെ നമുക്ക് പേന ഉപയോഗിക്കേണ്ടതേ ഇല്ല, മുഴുവൻ പെൻസിൽ ഉപയോഗിച്ചാണ് എഴുതുന്നത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ, നമ്മളിവിടെ ബോട്ടണിയിൽ ഡയഗ്രാംസ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ഒരു ലാബലിംഗ് എല്ലാം തന്നെ കൃത്യമായിട്ട് ഒരു സൈഡിൽ ഒരു ഭാഗത്ത് ഭംഗിയായിട്ട് വരുന്ന രൂപത്തിൽ ലാബൽ ചെയ്യുക. പരക്കെ പേജിന്റെ എല്ലാ ഭാഗത്തും ലാബൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ലാബൽ ചെയ്യുക. ദെൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിക് ഡയഗ്രാം എന്നതിനപ്പുറത്തേക്ക് ഒരു സയന്റിഫിക് ഡയഗ്രാം ആണെന്ന് ഫീൽ ചെയ്യുന്ന രൂപത്തിലുള്ള ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. കാരണം നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിക് ടാലന്റ് ഹൈലൈറ്റ് ചെയ്യുന്നതല്ല റെക്കോർഡ് വർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സുവോളജിയുടെ കാര്യത്തിൽ നിങ്ങൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്, വരച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നുകൂടെ പറയാണ്, ഒരു ആർട്ടിസ്റ്റിക് ടാലന്റിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്. സമയം ഒരു മിനിമം ടൈം എടുത്തുകൊണ്ട് ഒരു ഭംഗിയുള്ള ഡയഗ്രാം, നല്ല നീറ്റ് ഡയഗ്രാം ആയിരിക്കണം, ഭംഗിയുള്ള ഡയഗ്രാം ആയിരിക്കും. അത് റെക്കോർഡ് ബോട്ടണി സുവോളജി ഇതാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് മുഖവരിയായിട്ട് അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് എനിക്ക് റെക്കോർഡ് വർക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് നമ്മുടെ ബോട്ടണിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഡയഗ്രാംസ് ആണ് വരാൻ പോകുന്നത് എന്ന അർത്ഥത്തിൽ ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ എന്താ പറയാ ഫോണിനെ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, അതായത് തല തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി വലുപ്പത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഞാനിപ്പോൾ ഫോണും രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് എന്ത് ചെയ്തു വെച്ചാൽ എന്താ പറയുക, ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് വെച്ചു. അപ്പൊ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക്, അതായത് ഫോൺ തല തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ സ്ക്രീനിൽ നിങ്ങളുടെ സ്ക്രീൻ എന്താ പറയാ റെക്കോർഡിന്റെ ആ ഒരു വർക്കുകൾ കാണാൻ പറ്റും. ഓക്കെ, അതാണ് പ്രധാനം. ഇനി ഞാൻ കാര്യങ്ങൾ പറയും. ഇപ്പൊ നിങ്ങളുടെ ഫുൾ സ്ക്രീൻ മോഡിലേക്ക് മാറ്റിയിട്ടെ. അപ്പൊ നിങ്ങളുടെ റെക്കോർഡ് ബുക്കിന്റെ, ബോട്ടണി റെക്കോർഡ് ബുക്കിന്റെ ഇതേ ഒരു കവർ പേജ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പേജ് മറിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന സർട്ടിഫിക്കറ്റ് പേജ് എന്ന് പറയും. നിങ്ങളുടെ ബോട്ടണി റെക്കോർഡ്, നിങ്ങളുടെ പേജ് എന്താ പറയാ പേരും രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും ഒക്കെ എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നിങ്ങളുടെ ടീച്ചർ ഇൻചാർജ്, ബോട്ടണിയുടെ ടീച്ചർ ഇൻചാർജ് ആരാണോ അവര് സൈൻ ചെയ്ത് തരുന്ന ആ ഒരു പേപ്പർ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി അതേപോലെ എന്താ പറയാ നമുക്ക് ഓരോരോ പേജിലൂടെ കടന്നു പോകാം. ഓക്കെ, അടുത്ത പേജ് നിങ്ങൾ ഇതേപോലെ തന്നെ മറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇൻഡെക്സ് ചെയ്തിരിക്കുന്ന പേജ് കാണാം. സോ നിങ്ങളുടെ റെക്കോർഡ് ബുക്കിലുള്ള കാര്യം തന്നെയാണ്.
ഇൻഡെക്സിന്റെ ഒരു പ്രിന്റഡ് പേജ്, ഒരു ബ്ലാങ്ക് പേജും കാണാം. കയ്യില് ബോട്ടണി റെക്കോർഡ് ബുക്ക് കയ്യിലുള്ള ആൾക്കാർ ഒന്ന് എടുത്ത് വെച്ചോളൂ. അത് പറയുന്ന സമയത്ത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ, പേജ് നമ്പർ വളരെ കൃത്യമായിട്ട് നോക്കണേ. അതില് ഞാൻ അടുത്ത ഇൻഡെക്സ് കഴിഞ്ഞ ശേഷമുള്ള പേജിലേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് അടുത്ത പേജ് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ബോർഡർ ഒക്കെ ഉള്ള ഒരു പേജ് ആണ്. ആ പേജിന്റെ മുകൾ ഭാഗത്ത് എക്സ്പെരിമെന്റ് നമ്പർ EXT നമ്പർ, എക്സ്പെരിമെന്റ് ആണ് ഉദ്ദേശിച്ച നമ്പർ, ഡേറ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. പേജ് നമ്പറും ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ടതില്ല, അതവിടെ കിടന്നോട്ടെ. പേജ് ക്ലിയർ ആണല്ലോ. ഇനി ആ പേജിൽ നിങ്ങൾ ഇതാ കണ്ടോളൂ. ഈ പേജിൽ നിങ്ങൾ മൈറ്റോസിസ് എഴുതുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണാം നിങ്ങളുടെ റെക്കോർഡ് ബുക്കിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബ്ലാങ്ക് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ ഇൻവെർട്ടിബ്രേറ്റ്സ് വെർട്ടിബ്രേറ്റ്സ് ഒക്കെ എഴുതിയതുപോലെ തന്നെ അവിടെ നമ്മൾ എന്ത് എഴുതാൻ പോകുന്നു? മൈറ്റോസിസ് എഴുതാൻ പോകുന്നു. ഓക്കെ, അവിടെ ഒന്നും വരേണ്ടതില്ലേ. ഓക്കെ, ഞാൻ അടുത്ത പേജിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് കാണാം. സോ അടുത്ത പേജ് മുതലാണ് നമ്മുടെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്റെ വീഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണം അവിടെ അകത്ത് വരച്ചതും എഴുതിയതും നിങ്ങൾക്ക് കാണാം. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ല. നിങ്ങളുടെ റെക്കോർഡ് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൈറ്റോസിസിന്റെ ഡീറ്റെയിൽസ് എഴുതുന്നു. അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈറ്റോസിസിന്റെ പ്രോഫേസ് ഡയഗ്രാം വരയുന്നു. ഓക്കെ, പ്രോഫേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോട്ടാണ് എഴുതിയിരിക്കുന്നത്. മൈറ്റോസിനെ കുറിച്ചുള്ള എന്താ പറയാ ഡയഗ്രാം അവിടെ വരയുന്നു. പ്രോഫേസ് ആണ്. മൈറ്റോസിന്റെ ഡിഫറെന്റ് ഫേസസിലൂടെ നമ്മൾ കടന്നു പോകും. ഓക്കെ, അടുത്ത പേജ് മെറ്റാഫേസ് ആണ്. അവരൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മെറ്റാഫേസ് ഡയഗ്രാം ഇവിടെ ഉണ്ട്. അതേപോലത്തെ മെറ്റാഫേസിന്റെ നോട്ട്സ് ഉണ്ട്. നെക്സ്റ്റ് അനാഫേസ് ആണ്. അനാഫേസിന്റെ ഡയഗ്രാം ഉണ്ട്, അനാഫേസിന്റെ നോട്ട്സ് ഉണ്ട്. ദെൻ ടിലോഫേസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത്രയും ഫേസസ് നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡിൽ കൃത്യമായിട്ട് വരച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഇന്റർലീഫ് അല്ലെങ്കിൽ അടുത്ത എന്താ പറയാ എക്സ്പെരിമെന്റുമായി റിലേറ്റഡ് ആയിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പെസിമെൻസ് എന്നൊരു ഭാഗം വരും. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പെസിമെൻസ്. ഇതേപോലത്തെ ഒരു ബ്ലാങ്ക് പേജ് കിട്ടും. അതിലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പെസിമെൻ എന്ന് എഴുതാം. ഓക്കെ, എന്തൊക്കെ സ്പെസിമെൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ളത്? ഫസ്റ്റ് വൺ ഓസിലേറ്റോറിയ. ഓക്കെ, ഓസിലേറ്റോറിയ നമ്മൾ വരയ്ക്കുന്നു. ഓസിലേറ്റോറിയയുടെ എന്താ പറയാ നോട്ട്സ് എഴുതുന്നു. അവിടെ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ നോട്ട്സിൽ നിങ്ങൾ എന്താ പറയാ ഫ്യൂ ഫിലമെന്റ്സ് എന്ന രീതിയിൽ ഒരു ഡയഗ്രാം കാണാം. താഴെ ഒരു സിംഗിൾ ഫിലമെന്റിനെ എൻലാർജ് ചെയ്ത് വരച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതിലെ എപ്പിക്കൽ സെല്ലും അതേപോലെ തന്നെ നെക്രീറ്റും ഒക്കെ വരച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഓസിലേറ്റോറിയയുടെ സിസ്റ്റമാറ്റിക് പൊസിഷൻ. ഓക്കെ, സയനോബാക്ടീരിയ എന്നറിയാലോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക കിങ്ഡം മൊണീറയിലെ പിന്നെ എന്താ പറയുക സയനോബാക്ടീരിയ വിഭാഗത്തിൽ വരുന്ന ജീനസ് ഓസിലേറ്റോറിയ ആ ഒരു സിസ്റ്റമാറ്റിക് പൊസിഷൻ കൂടെ ഒരു ബോക്സിനകത്ത് എഴുതുക. അപ്പം അവിടെ കൊടുത്തിരിക്കുന്ന ബോക്സ് പോലെ തന്നെ അതൊരു യൂണിഫോമിറ്റി വന്നോട്ടെ. അതുകൊണ്ടാണ് പെൻസിൽ ഉപയോഗിച്ചിട്ട് അതേപോലെ എഴുതുക. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, നോ പെൻ, ഓൺലി പെൻസിൽ. അപ്പൊ ഹെഡിങ് ഒക്കെ ഒന്ന് ഭംഗിയായിട്ട് മുകളിൽ അല്പം വലുപ്പത്തിൽ എഴുതണം. താഴെയുള്ള ലാബലിംഗ് ഒക്കെ അതിനനുസരിച്ചുള്ള ചെറിയ തരത്തിൽ എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നു. റൈസോപ്പസ് ആണ്. ഓക്കെ, ഒരു ഫംഗസ് ആണ്, നിങ്ങൾക്കറിയാം. നമ്മൾ റൈസോപ്പസിനെ വരക്കുക. കിങ്ഡം ഫംഗൈ ഉള്ള പിന്നെ എന്താ പറയാ ഫൈക്കോമൈസിസിൽ പെടുന്ന റൈസോപ്പസിനെ നമ്മൾ വരച്ചിരിക്കുന്നത് നോട്ട്സ് പുറത്തുണ്ട്. ഓക്കെ, അടുത്ത ലെവൽ വീണ്ടും നോക്കുന്നതാണ് ഫംഗൈ ആണ്. നമുക്ക് സാധാരണ കൂൺ അറിയാം, കൂണ്. അപ്പൊ നമ്മൾ കൂണിലെ അകാരിക്കസ് എന്നറിയപ്പെടുന്ന അല്ലെ എന്താ പറയാ അതിന്റെ ഒരു ബെസിഡിയോ കാപ്പാണ് അവിടെ വരക്കുന്നത്. ഓക്കെ, അപ്പോ അടുത്ത ഡയഗ്രാം കൂടെ വന്നു. ഇനി കമ്മിങ് ടു സ്പൈറോഗേറ. ഓക്കെ, പ്ലാന്റയിലേക്ക് വന്നു. നമ്മൾ സ്പൈറോഗേറയാണ് വരക്കുന്നത്. ഡയഗ്രാം ഉണ്ട്, അതിലെന്ത് ചെയ്യണം ഫിലമെന്റ് എൻലാർജ് ചെയ്ത് വരച്ചിട്ടുണ്ട്, നോട്ട്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പൊ റെക്കോർഡ് ബുക്ക് തുറന്നത് വെച്ച പോലെ തന്നെ അങ്ങനെ തന്നെയാണ് നമ്മൾ തന്നിരിക്കുന്ന PDF. ഓക്കെ, PDF നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് വരാൻ പോവാം. ഓക്കെ, ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഇനി അതേപോലെ തന്നെ സർഗാസമാണ്. അഗൈൻ പ്ലാന്റ് കിങ്ഡം. എനി ഡൗട്ട്? ആരാണ്? ഓക്കെ,
ആരാണോ സംസാരിക്കുന്നത്? അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഞാൻ തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. പാർട്ടിസിപ്പൻസ് തൽക്കാലം നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യണ്ട കേട്ടോ. ഞാൻ ഒന്ന് മൈക്ക് ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ടേ. സോറി. സോ ഇതുവരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്യട്ടെ? ഒരു യെസ് പറടോ, കേൾക്കട്ടെ. ആരുമില്ലേ മീറ്റിംഗിൽ? 10-79 ആൾക്കാർ. യെസ്, ടൈപ്പിംഗ്. ഓക്കെ, ചാറ്റ് ബോക്സ്. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് ഈ ചാറ്റ് ബോക്സ് ഒക്കെ? ഓക്കെ, സോ വെൽക്കം ബാക്ക്. തിരിച്ചു വാ. ബാക്കിയൂടെ പറയട്ടെ പെട്ടെന്ന്. ഓക്കെ, ഫൈൻ. അപ്പൊ എന്താ പറഞ്ഞത്? എന്താ പറയാ, ആരിലേക്കെത്തി? സർഗസ് എത്തി. തന്നെ എന്താണ് എന്താ പറയാ, പ്രൊട്ടോണീമ മോസ് വരയ്ക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിനേറിയ, നമ്മളെ ഫിനേറിയ അറിയാം നമുക്ക് അല്ലേ? അഗൈൻ പ്ലാന്റയിൽ ബ്രയോഫൈറ്റിൽ വരുന്നതാണ്. ഡയഗ്രാം നോട്ട്സ് ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നില്ല. അതേപോലെ തന്നെ എന്താണ് നെഫ്രോലെപ്പിസ് ഉണ്ട്. ഓക്കെ, ദെൻ നെഫ്രോലെപ്പിസിന്റെ സ്പോറോഫൈറ്റ് നിന്ന് കൃത്യമായിട്ട് വരച്ചു വരുന്നുണ്ട്. അതേപോലെ തന്നെ പൈനസ്, നമ്മൾ ജിംനോസ്പോമിലേക്ക് വന്നു. പൈനസിന്റെ ഒരു മെയിൽ കോൺ വരക്കണം. ഓക്കെ, പൈനസിന്റെ ഒരു ഫീമെയിൽ കോൺ വരക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് പൈനസ് ഫീമെയിൽ കോണും മെയിൽ കോണും ഒക്കെ ഇവിടെ വെക്കും കേട്ടോ. ഒറിജിനൽ ഡയഗ്രം അല്ല, അതിന്റെ സ്പെസിമെൻ തന്നെ ഉണ്ടാകും. അത് ഇവിടെ കൊണ്ടുവെക്കും. കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താ പറയാ, സ്പെസിമെൻ ഐഡന്റിഫിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, സ്പെസിമെൻ ഐഡന്റിഫിക്കേഷന് വേണ്ടി വരുന്ന ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ വരച്ചു നോക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ടാക്സോണമിയിലേക്ക് വരുമ്പോൾ അടുത്ത ടാക്സോണമിയാണ്. പുതിയ പേജ് എടുക്കുന്നു. ഒരു പേജ് ബ്ലാങ്ക് ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടാക്സോണമി എഴുതുന്നു. എന്നിട്ട് ഡിഫറെന്റ് ഫാമിലീസിനെ പരിചയപ്പെടുകയാണ്. ഡിഫറെന്റ് ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. മോർഫോളജി, അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉള്ള ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ 2 ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ആദ്യം സൊളനേസിയ ഫാമിലിയാണ്. ഫ്ലോറൽ ഡയഗ്രം ഉണ്ട്, ഫ്ലോറൽ ഫോമിൽ ഉണ്ട്. സൊളനേസിയ ഫാമിലിയെ കുറിച്ചുള്ള ചെറിയ ഡിസ്ക്രിപ്ഷൻ അവിടെ കാണാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ആന്തർ CS, നിങ്ങൾ എടുത്തുകൊണ്ട് ആന്തറിന്റെ CS നിങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താ പറയുക, ബോട്ടണി ടീച്ചർ അല്ലെങ്കിൽ ബോട്ടണിയുടെ സാർ, മേ ബി എന്താ പറയാ, ബോട്ടണി ഇൻചാർജ് ആയിട്ട് വരുന്ന അധ്യാപകൻ നിങ്ങളെ പരിചയപ്പെടുത്തും. ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് പരിചയപ്പെടേണ്ടത്. പിന്നെ ഫ്ലോറൽ ഡയഗ്രാം പഠിച്ചാൽ മാത്രം മതിയോ, ഇനി ഫ്ലവറിനെ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ, കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ വളരെ ടാക്സോണമിയിൽ വളരെ ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ എന്താ പറയാ, സൊളനേസിയ ഫാമിലി പരിചയപ്പെടുന്നു. അതിന്റെ ഫ്ലവർ നിങ്ങൾക്ക് തരും. ഫ്ലവർ തന്നിട്ട് ഫ്ലവർ സൊളനേസിയ എന്ന് അറിയാൻ വേണ്ടി ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ഇനി അതേപോലെ തന്നെ ആന്തറിന്റെ CS എടുത്ത് ചെയ്യേണ്ടി വരുന്ന മനസ്സിലാക്കുന്നത് നിങ്ങളോട് പരിചയപ്പെടുത്തും. ഇനി നമ്മൾ അനാട്ടമിയിലേക്ക് വരാം. ശ്രദ്ധിക്കുക, ഇനിയും നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. പക്ഷെ ചെയ്യാനുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ റെക്കോർഡ് ബുക്ക് ആദ്യം നമ്മൾ തീർക്കുകയാണ്. അനാട്ടമിയിൽ ആദ്യം ഡൈക്കോട്ട് സ്റ്റം. ഒരു ഡൈക്കോട്ട് സ്റ്റം, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് അപ്പാന്നൊക്കെ പറഞ്ഞില്ലേ സാധനമില്ലേ? ഓക്കെ, ഈ സാധനത്തെ നിങ്ങൾ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്ത് വളരെ തിന്നായിട്ട് ബ്ലേഡ് കൊണ്ട് സെക്ഷൻ എടുത്ത് അത് എന്താ പറയുക, സാഫ്രാനിനെ ഉപയോഗിച്ചിട്ട് സ്റ്റെയിൻ ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യണം, മൈക്രോസ്കോപ്പിൽ വെച്ച് കാണേണ്ടി വരും. അപ്പൊ കണ്ടതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മൾ ഡയഗ്രാം നേരത്തെ മുൻകൂട്ടി വരച്ചു നോക്കുന്നത് മാത്രം. ഇപ്പൊ ഡൈക്കോട്ട് സ്റ്റമ്മിന്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതിയിട്ടുണ്ട്. ഡൈക്കോട്ട് സ്റ്റമ്മിന്റെ ടോട്ടലി ആ സ്റ്റമ്മിന്റെ അപ്പിയറൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ പോർഷൻ ലാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ബണ്ടിൽസും മസ്കുലർ ബണ്ടിൽസും ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫൈൻ. ഇനി എന്താണ് ഡൈക്കോട്ട് സ്റ്റം ഇങ്ങനെ വരും. ഇനി അതേപോലെ തന്നെ മോണോകോട്ട് സ്റ്റം വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എന്താ പറയാ, ഈ ചെറിയ പുല്ല് ടൈപ്പ് ഏതെങ്കിലും പ്ലാന്റിൽ നിന്നാണ് മധ്യാഹ്നം ഒരു മോണോകോട്ട് സ്റ്റം നമ്മൾ എടുക്കുക. അതേപോലെ തന്നെ ഡൈക്കോട്ട് റൂട്ടും അതേപോലെ മൈമോസയുടെ മറ്റോ റൂട്ടാണ് എടുക്കാൻ സാധ്യത. ഇനി അതേപോലെ തന്നെ മോണോകോട്ട് റൂട്ട് ആണെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ കൊളക്കേഷ്യം, അതായത് ഈ ചേമ്പില്ലേ, ആ ചേമ്പിന്റെ ഒക്കെ എന്താണ് റൂട്ട് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുക. അതൊക്കെ മൈക്രോസ്കോപ്പിലൂടെ കാണേണ്ട അല്ലെങ്കിൽ സെക്ഷൻ എടുത്തുകൊണ്ട് കാണേണ്ടതാണ്. അത് നിങ്ങൾ പരിചയപ്പെടുത്തും. ഡയഗ്രം നമ്മൾ പറഞ്ഞു പോവാണ്. മോണോകോട്ട് സ്റ്റമ്മും ഡൈക്കോട്ട് സ്റ്റമ്മും എന്താ പറയാ, മോണോകോട്ട് റൂട്ടും ഡൈക്കോട്ട് റൂട്ടും ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് അനാട്ടമിയിലുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ഇക്കോളജിയിലേക്ക് വരുന്നു. ഇക്കോളജിയിലേക്ക് അടുത്ത ഭാഗമാണ്. അപ്പൊ ഇക്കോളജിയിൽ കുറച്ച് നമ്മുടെ എന്താ പറയാ, ഹൈഡ്രോഫൈറ്റിക് ആയിരിക്കുന്ന സീറോഫൈറ്റിക് നിങ്ങൾ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ എന്താ പറയാ, പിന്നെ ലൈക്കൻ പോലുള്ള മ്യൂച്വലിസം ഒക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ലൈക്കൻ ഒക്കെ വരപ്പിക്കുന്നു.
ഓക്കെ, അപ്പൊ ലൈക്കൻ ആണ് ആദ്യം വരുന്നത്. മ്യൂച്വലിസം പറയാൻ വേണ്ടിയിട്ട് ലൈക്കന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഡയഗ്രം ഉണ്ട്. ഓക്കെ, ഇനി കമൻസാലിസം പറയാൻ വേണ്ടിയിട്ട് എപ്പിഫൈറ്റുകളെ പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, നമ്മുടെ അല്ലെ മരവാഴ എന്നറിയപ്പെടുന്ന സാധനം. പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നു, പാരസൈറ്റസ് പരിചയപ്പെടുത്താൻ വേണ്ടി കസ്ക്യൂട്ട പറയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എക്കോളജിയിൽ വരുന്നുള്ളൂ, എക്കോളജിയിൽ. ഇനി അതേപോലെ തന്നെ ബയോടെക്നോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഡയഗ്രാം, ബയോടെക്നോളജിയിൽ വരുന്ന ഡയഗ്രാംസ് 3 ഡയഗ്രാംസ് ഉണ്ട്. BT കോട്ടൺ, അതേപോലെ തന്നെ ഒരു ബയോ റിയാക്ടർ, ദെൻ ഒരു ക്ലോണിംഗ് വെക്ടർ. PBR 322 ആണ് ക്ലോണിംഗ് വെക്ടർ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ തൽക്കാലം ഇപ്പോൾ പഠിച്ചിട്ടില്ല. ഓക്കെ, ബയോടെക്നോളജി അതിന്റെ പ്രോസസ്സും ആപ്ലിക്കേഷൻസും 2 ചാപ്റ്റേഴ്സ് ആയിട്ട് സെക്കൻഡ് ഇയറിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. നിങ്ങൾ തൽക്കാലം ഈ പറഞ്ഞിരിക്കുന്ന ഇക്കോളജിയും സെക്കൻഡ് ഇയറിനെ വരാൻ പോകുന്ന തോന്നുന്നു അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾ തൽക്കാലം എന്താ ചെയ്യേണ്ടത് വെച്ചാല് ബയോടെക്നോളജിയുടെ ഈ ഭാഗത്തുള്ള നോട്ട്സ് എഴുതി വെക്കുക. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന BT കോട്ടൺ ഇതൊരു ഡയഗ്രാം എന്നതിനപ്പുറത്തേക്ക് ഒരു ഫോട്ടോഗ്രാഫാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോഗ്രാഫ് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നത് കൊണ്ട് നിങ്ങൾക്ക് മിക്കവാറും ഞാൻ പലപ്പോഴും സോളജിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പ്രിന്റഡ് മെറ്റീരിയൽ തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആവശ്യം വരികയാണെങ്കിൽ പ്രിന്റഡ് മെറ്റീരിയൽ നിങ്ങൾക്ക് തരും. അത് കൺഫ്യൂഷൻ ഉണ്ട്, ഉറപ്പില്ല, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. മിക്കവാറും അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ബയോറിയാക്ടർ വരക്കാം, പക്ഷെ വരക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുമിച്ച് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ബോട്ടണി ഇൻചാർജുള്ള ടീച്ചറുമായിട്ട് അധ്യാപകനുമായിട്ട് എന്ത് ചെയ്യാണ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താം. ബയോറിയാക്ടർ വരയ്ക്കേണ്ട, കേൾക്കാം, മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാക്കാം. ബയോറിയാക്ടർ വരയ്ക്കേണ്ട, PBR 322 പ്ലാസ്മിഡും വരയ്ക്കേണ്ട. ഓക്കെ, ബയോടെക്നോളജിയിലെ 3 കാര്യങ്ങൾ പറഞ്ഞു. BT കോട്ടൺ, ബയോറിയാക്ടർ, അതേപോലെ ക്ലോണിംഗ് വെക്ടർ PBR 322. ഈ മൂന്നും നിങ്ങൾ ഡയഗ്രത്തിനുള്ള സ്പേസ് ഒഴിച്ചു വിടുക. ബട്ട് റിമെമ്പർ വൺ തിങ് ദാറ്റ് യു ഹാവ് ടു കംപ്ലീറ്റ് ദ നോട്ട്സ്. ഓക്കെ, സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് റീ ഓപ്പണിംഗ് സമയമാകുമ്പോഴത്തേക്ക് കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഈ പറഞ്ഞിരുന്നത്. ഓക്കെ, നമ്മൾ എങ്ങോട്ടേക്ക് വരുന്നു? ഫിസിയോളജി എക്സ്പെരിമെന്റിലേക്ക് വരുന്നു. ഇനി ചെറിയ വ്യത്യാസമുണ്ട് മക്കളെ. ഫിസിയോളജി എക്സ്പെരിമെന്റ് മുതൽ നമുക്ക് റൈറ്റിംഗ് അല്ലെ വരെയാണ്. എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് എഴുതാനുണ്ട്. ആ എക്സ്പെരിമെന്റ് എഴുതാനുള്ള കാര്യങ്ങൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലും ഡയഗ്രാംസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വരുന്നത്. അതങ്ങനെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ സീ ദിസ്. ഓക്കെ, സോറി. ആദ്യത്തെ എക്സ്പെരിമെന്റ് നോക്കിക്കോളൂ. എന്താ പറയാ, സ്റ്റഡി ഓഫ് പ്ലാന്റ് പിഗ്മെന്റ്സ് ബൈ പേപ്പർ ക്രോമറ്റോഗ്രാഫി. ഓക്കെ, അപ്പൊ ഈ നോട്ട്സ് നിങ്ങൾ നമ്മുടെ സോളജിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇത്തരം എക്സ്പെരിമെന്റ് പാർട്ട് വരുന്നത് റൂൾഡ് പേജിലാണ്. ആ റൂൾഡ് പേജിൽ പേന ഉപയോഗിച്ചുകൊണ്ട് എഴുതാനാണ് പറഞ്ഞത്. ബട്ട് ഹിയർ അൺറൂൾഡ് പേജ് തന്നെയാണ്. മാത്രമല്ല ഇവിടെ പെൻസിൽ മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ റിപ്പീറ്റ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിസിയോളജി എക്സ്പെരിമെന്റുകളും പെൻസിൽ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഞാനത് വളരെ ക്ലിയർ കട്ട് ഡയറക്ഷൻ തരികയാണ്, നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടതുള്ളത്. ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ മീറ്റിംഗ് കേൾക്കാത്തവരോ, ഈവൻ ഞാൻ ഇതിന്റെ മീറ്റിംഗ് റെക്കോർഡിങ്സ് അതായത് ദാറ്റ് മീൻസ് മീറ്റിംഗ് എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ക്ലൗഡിൽ റെക്കോർഡ് ആകുന്നത്. അത് ഈവൻ എന്താ പറയാ സേവ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് അയച്ചാൽ പോലും കേൾക്കാൻ നിൽക്കില്ല. അങ്ങനെ കേൾക്കാത്ത ആൾക്കാർ പേന ഉപയോഗിച്ചുകൊണ്ട് എഴുതും. ഐ എം വെരി മച്ച് ഷുവർ, ഒരുപാട് പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ പേന ഉപയോഗിച്ചുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ബോട്ടണി ഇൻചാർജ് ആയിരിക്കുന്ന അധ്യാപകൻ അവരെന്താണോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പോലെ ചെയ്തോളാം. പിന്നെ എന്നോട് ചോദിക്കരുത്. ഓക്കെ, അത് മാറ്റാൻ പറഞ്ഞാൽ മാറ്റിക്കൊള്ളാം. ദാറ്റ്സ് ഓൾ. ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം പേപ്പർ ക്രോമറ്റോഗ്രാഫി പരിചയപ്പെടുന്നു. അതിന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ അവിടെ ഉണ്ട്. അതിന്റെ എക്സ്പെരിമെന്റ് ഉണ്ട്. എക്സ്പെരിമെന്റും ഡയഗ്രാമും രണ്ടും വരേണ്ടതും ബൈ യൂസിങ് പെൻസിൽ. ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ. ഓക്കെ, യെസ്. ഇനി ഹൈഡ്രൽ എക്സ്പെരിമെന്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. ടു ഡെമോൺസ്ട്രേറ്റ് ദ ഓക്സിജൻ ഈസ് ഇവോൾവ്ഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് സമയത്ത് എന്താ പറയാ ഓക്സിജൻ പുറത്തേക്ക് വരുന്നു കാണിക്കുന്ന എക്സ്പെരിമെന്റ് ആണ്. ഇതും ഫിസിയോളജിക്കൽ എക്സ്പെരിമെന്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ എക്സ്പെരിമെന്റ് ഒക്കെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് നമ്മുടെ ലാബിൽ അവൈലബിൾ ആണ്. ആ ലാബിൽ അവൈലബിൾ ആയിരിക്കുന്ന സെറ്റപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരും. എന്താണ് ഏത് എക്സ്പെരിമെന്റ് എന്ന് പറയാൻ പറ്റും, അതിനെക്കുറിച്ച് ബാക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമില്ല. ഓക്കെ, നമ്മൾ ബോട്ടണി ഫിസിയോളജി എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യേണ്ടതൊന്നുമില്ല. ചെയ്യേണ്ടതുണ്ട് ചിലത്, ഞാൻ പറയാം. ഓക്കെ, അതൊക്കെ നിങ്ങൾ പിന്നെ പരിചയപ്പെടുത്തും. ഇനി അതേപോലെ തന്നെ എന്താ പറയാ ഈസ്റ്റ് ഫെർമെന്റേഷൻ പരിചയപ്പെടുത്തുന്ന എക്സ്പെരിമെന്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താ പറയാ
ആൽക്കഹോൾ ഫെർമെന്റേഷൻ ഈസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എവോൾവ് ചെയ്ത് വരുന്നുവെന്നും നേരത്തെ ഫോട്ടോസിന്തസിസ് സമയത്ത് ഓക്സിജൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫെർമെന്റേഷൻ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്ത് വരുന്നു. അത് ലൈം വാട്ടറിനെ മിൽക്കി ആക്കി നോക്കിയാണ് ആ ഒരു എക്സ്പെരിമെന്റിൽ കാണുന്നത്. നിങ്ങൾ ഫിസിയോളജി എക്സ്പെരിമെന്റ് ആയിട്ട് പരിചയപ്പെടുന്നത് മാത്രം. ഓക്കെ, സിമ്പിൾ ആയിരിക്കുന്ന എക്സ്പെരിമെന്റുകളാണ്. ഇനി അതേപോലെ തന്നെ സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റൊമാറ്റ ഓൺ ആൻഡ് അല്ലെ ഓൺ അപ്പർ ആൻഡ് ലോവർ സർഫസ് ഓഫ് ദ ലീവ്സിൽ സ്റ്റൊമാറ്റ ഇവിടെ കാണുന്നതാണ്. ഇത് ആക്ച്വലി മൈക്രോസ്കോപ്പിൽ സ്റ്റൊമാറ്റ കാണേണ്ടതൊക്കെയാണ്, നിങ്ങൾക്ക് വേണ്ട പോലെ പരിചയപ്പെടുത്തി തരും. ഓക്കെ, അടുത്ത എക്സ്പെരിമെന്റ് ഇതാണ് സ്റ്റൊമാറ്റയുടെ എക്സ്പെരിമെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിസിയോളജി എക്സ്പെരിമെന്റിൽ വരുന്നത്. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റെക്കോർഡ് വർക്ക് അവിടെ അവസാനിക്കുകയാണ്. വളരെ സിമ്പിൾ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നീട് ഞങ്ങൾ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമുക്കുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കമ്പയർഡ് ടു സുവോളജി ഒക്കെ ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് കുറവാണ് അതിനകത്ത്. ഓക്കെ, ഇനി നമ്മൾ ആ PDF ഞാൻ നിങ്ങൾക്ക് അയച്ചു ഞാൻ പറഞ്ഞു. ആ PDF-ന്റെ അവസാന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഇതാണ് നമ്മൾ അവസാനം കണ്ടത്. സ്റ്റൊമാറ്റയുടെ ഭാഗം അവസാന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ മാർച്ച് 2025 ഇറങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നടത്തിയിരിക്കുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ എന്താ പറയാ 1.5 മണിക്കൂർ പരീക്ഷയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെയാണ് ചെയ്യുക, ഓക്കെ, കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. സ്പെസിഫിൻ ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽ ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, അതേപോലെ എന്താണ് എക്സ്പെരിമെന്റ് എഴുതാനുണ്ട്. ദ എയിം ഓഫ് എക്സ്പെരിമെന്റ് നേരത്തെ വേണ്ട ഫിസിയോളജി എക്സ്പെരിമെന്റ് ആണ്. അതേപോലെ തന്നെ ഫ്ലവർ കണ്ടിട്ട് എന്താണ് അതിന്റെ ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കാനൊക്കെ ഉണ്ട്. അതേപോലെ എന്താണ് ഓക്കെ റൈറ്റ് ഡൗൺ ദ ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കമൻസാലിസം മ്യൂച്വൽസ് ഒക്കെ പറഞ്ഞല്ലോ, അതിൽ ഏതെങ്കിലും ഒരു സ്പെസിമെന്റ് വെക്കും, അത് നിങ്ങളോട് പറയാനുണ്ട്. അതേപോലെ എന്താണ് പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോ ഇത്രയാണ് ബോട്ടണി ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ. ഇത് നിങ്ങൾ ഏതായാലും നിർബന്ധമായിട്ടും അതിന്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാ കാര്യങ്ങൾ, ഏതൊക്കെയാ വരുന്നത്, എന്തൊക്കെയാ പ്രത്യേകത എന്നൊക്കെ നമുക്ക് എന്താണ് ആ ഒരു അടുത്തൊരു ബോട്ടണി പ്രാക്ടിക്കൽസിനെ കുറിച്ചുള്ള ഒരു ഡയറക്ഷൻസ് പറയുന്ന ഒരു ഗൈഡ് ലൈൻസ് പറയുന്ന ഭാഗമുണ്ട്. അത് ഓരോരോ ചോദ്യങ്ങളും അതിന്റെ നേരെയുള്ള എന്താണ് വരിക എന്നുള്ളതാണ്. ആൻസർ ആണോ വന്നിരിക്കുന്നത്, അതേപോലെ തന്നെ ലൈക്കൻ ആണോ വന്നിരിക്കുന്നത്, എക്സ്ക്യൂട്ട് ആണോ വരിക, ഇനി അല്ലെങ്കിൽ ഫിസിയോളജി എക്സ്പെരിമെന്റ് എന്തൊക്കെയാ കാര്യങ്ങൾ പഠിക്കേണ്ടത്, അതേപോലെ എന്താണ് മൈറ്റോസിന്റെ ഏത് സ്റ്റേജ് വരാൻ സാധ്യതയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ബയോറിയാക്ടറോ ബിടി കോട്ടനോ ക്ലോണിംഗ് വെക്ടറോ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ എന്താണ് സ്ലൈഡുകൾ വരുന്നു, റൈസോപ്പസ് അല്ലെങ്കിൽ എന്താണ് ഓസിലിറ്റോറി ഒക്കെ സ്ലൈഡുകളാണ്. മൈക്രോസ്കോപ്പിൽ കണ്ടിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള സ്ലൈഡുകൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, വെയിറ്റ് ഞാൻ പറയാം. ഫ്രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഞാൻ ഈ പ്രസന്റേഷൻ ഓഫ് ചെയ്യാണ്. നിങ്ങളുടെ ചാറ്റിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പ്രസന്റേഷൻ ഓഫ് ചെയ്ത് പ്രസന്റേഷൻ കഴിഞ്ഞു. ഇനി ബോട്ടണി റെക്കോർഡിൽ ഒരു തരത്തിലും പെൻസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, പെൻ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് കൺഫ്യൂഷൻ ആവേണ്ടതില്ല. ഈ ഭാഗം ദാറ്റ് മീൻസ് നമ്മുടെ എന്താ പറയാ നെയിം അതേപോലെ ക്ലാസ് ഒക്കെ എഴുതേണ്ട അല്ലെ, ഡിവിഷൻ രജിസ്റ്റർ നമ്പർ ഒക്കെ എഴുതേണ്ട ഈ ഭാഗം നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം പെൻസിൽ കൊണ്ട് സ്പില്ല് ചെയ്ത് പിന്നീട് പേന കൊണ്ട് വരക്കുന്ന രൂപത്തിലാവാം. ഇനി അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പേരൊക്കെ ക്ലാസ്സും ഡിവിഷനും രജിസ്റ്റർ നമ്പറും ഒക്കെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേന കൊണ്ടും എഴുതാം. അപ്പൊ ഈ ഭാഗത്ത് പേന ഉപയോഗിക്കാം, ഈ ഭാഗത്ത് മാത്രമേ പേന ഉപയോഗിക്കാവൂ. ഈ ഭാഗത്ത് പേന ഉപയോഗിക്കാം, ഈ ഭാഗത്ത് മാത്രമേ പേന ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഓൾറെഡി സുവോളജിയിലെ പോലെയല്ല, ബോട്ടണി റെക്കോർഡ് എന്താ പറയുക ഇവിടെ പ്രിന്റഡ് ആണ്. നമ്മുടെ ഇൻഡെക്സ് അടുത്ത പേജ് മുതൽ മൈറ്റോസിസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മൈറ്റോസിന്റെ ഇന്റർലൈഫ് എഴുതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ബോട്ടണി റെക്കോർഡ് ബുക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആകെ ഒരു 10-20 മിനിറ്റ് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തന്നുകൊണ്ട് ഇതിന്റെ ഒരു PDF നോക്കിയിട്ട് ചെയ്തോട്ടെ എന്ന തരത്തിലാണ് മീറ്റിംഗ് വിളിച്ചത്. ഓക്കെ, വന്നവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇനി ഞാൻ നിങ്ങളുടെ ചാറ്റിലേക്ക് ഒന്ന് വരാം. കുറച്ച് പേരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. യെസ് സർ എന്ന് പറയണ്ട. ഓക്കെ സാർ, ഫ്രണ്ട് പേജ് ഫിൽ ചെയ്യാൻ പെൻ യൂസ് ചെയ്യാമോ? യൂസ് ചെയ്യാം പറഞ്ഞു. ഓക്കെ,
ഇഫ് എനി ഡൗട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യേണ്ട പെർമിഷൻ നിങ്ങൾക്ക് തൽക്കാലം ഇല്ലാന്നൊരു പ്രശ്നം ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പെർമിഷൻ തരികയാണ്. ഓക്കെ, സോ ഐ തിങ്ക് റെക്കോർഡ് വർക്കുമായിട്ട് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്ന രൂപത്തിലാണ് ഞാൻ ഇതുവരെ കാര്യങ്ങൾ സംസാരിച്ചത്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് പേജിൽ പേന ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇൻഡെക്സ് പേജ് ഇസ് ഓൾറെഡി പ്രിന്റഡ് ഇൻ റെക്കോർഡ് ബുക്ക്. ദെൻ നോ നീഡ് ഓഫ് യൂസിങ് എന്താ പറയാ പെൻ. ഇൻഡെക്സ് പേജസ് ബോട്ടണി റെക്കോർഡ് ഒന്ന് മറിച്ച് നോക്കിയിട്ടുണ്ടാവും കിട്ടിയ ആൾക്കാര്. മറിച്ച് നോക്കാത്തോണ്ടായി ചോദ്യം ചോദിച്ചത്. ഇൻഡെക്സ് ഇസ് ഓൾറെഡി പ്രിന്റഡ്. ആവണിയാണ് ചോദിച്ചത്. ആവണി, നോ നീഡ് ഓഫ് യൂസിങ് പെൻ ഓർ പെൻസിൽ. ഓക്കെ, അതിൽ പേജ് നമ്പർ ഇടാൻ വേണ്ടി മാത്രം പിന്നീട് നിങ്ങളോട് ഇൻചാർജ് ടീച്ചർ പറയും. പെൻസിൽ പേന ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇവിടെ പേജ് നമ്പർ മാത്രമേ ഇടാനുള്ളൂ, ബാക്കിയെല്ലാം ഫിൽഡ് ആണ്. ആവണി ക്ലിയർ അല്ലേ? ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്.